തീർച്ചയായും അങ്ങനെ തൃശ്ശൂർ അതിന്റെ പൂരാഘോഷത്തിന്റെ ലഹരിയിലേക്ക് കയറിയിരിക്കുന്നു. ആദ്യ ഘടകപൂരം വടക്കുംനാഥന്റെ മണ്ണിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. കണിമംഗലം ശാസ്താവാണ് രാവിലെ 7-നും 7:30-നും ഇടയിലായി തന്നെ ഈ വടക്കുംനാഥന്റെ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിയിരിക്കുന്നത്. ആദ്യ ഘടകപൂരവും ഇത് തന്നെയാണ്. വടക്കുംനാഥന്റെ തെക്കേ നട വഴിയാണ് കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളത്ത് അകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ഈ ആനകൾ ഓരോന്നായി ഇങ്ങനെ തെക്കേ നട വഴി വടക്കുംനാഥന്റെ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഈ പടിഞ്ഞാറേ നട വഴി ഈ കണിമംഗലം ശാസ്താവ് പുറത്തേക്ക് ഇറങ്ങും. അവിടെ വലിയ വാദ്യമേളങ്ങൾ ഉണ്ടാകും. അങ്ങനെ 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന തൃശൂർ പൂരത്തിന്റെ ആഘോഷങ്ങൾക്ക് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ കണ്ടിരുന്നു നെയ്തലക്കാവ് ഭഗവതി ഈ തെക്കേ നട തുറന്ന് പൂരം നടത്താനുള്ള അനുമതി വടക്കുംനാഥനിൽ നിന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ തെക്കേ നട വഴിയാണ് ആദ്യ ഘടകപൂരം ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ഇനി ഓരോ ഘടകപൂരങ്ങളായി ഈ വടക്കുംനാഥന്റെ ക്ഷേത്രത്തിലേക്ക് എത്തും. ഓരോ ചെറുപൂരങ്ങളാണ് ഇനി നടക്കുക. ആദ്യം ഇവിടെ എത്തിയിരിക്കുന്നത് ഈ കണിമംഗലം ശാസ്താവാണ്. തൊട്ട് പിന്നാലെ പനക്കുമുക്കുംപള്ളി ശാസ്താവ് കിഴക്കേ ഗോപുര നട വഴി അകത്തേക്ക് വരും. പിന്നീട് ചെമ്പൂക്കാവ് ഭഗവതി കിഴക്കേ നട വഴി തെക്കേ ഗോപുര നട കിഴക്കേ നട വഴി അകത്തേക്ക് കയറും. അങ്ങനെ കാരമുക്ക്, ലാലൂര്, ചൂരക്കോട്ടുകാവ്, അയ്യന്തോള്, ഏറ്റവും ഒടുവിൽ ഇന്നലെ പൂരവിളംബരം നടത്തിയ നെയ്തലക്കാവ് ഭഗവതിയുടെ ഈ ഘടകപൂരമാണ് വടക്കുംനാഥന്റെ മണ്ണിലേക്ക് എത്തുക. അതേസമയം ഈ പൂരത്തിന്റെ പ്രധാന പങ്കാളിത്തം വഹിക്കുന്ന തിരുവമ്പാടിയും പാറമേക്കാവും അവരുടെ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുമുണ്ടാകും. അതായത് 7 മണിയോടുകൂടി തന്നെ തിരുവമ്പാടിയുടെ എഴുന്നള്ളത്ത് തുടങ്ങും. അത് എഴുന്നള്ളി തെക്കേ മഠത്തിലേക്കാണ് പോവുക. അവിടെ ചെറിയ ചടങ്ങുകളൊക്കെയുണ്ട്. ആ ചടങ്ങുകൾക്ക് ശേഷമാണ് വളരെ പ്രസിദ്ധമായ അല്ലെങ്കിൽ മേളപ്രേമികൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പഞ്ചവാദ്യം നടക്കുക. മഠത്തിൽ വരവ് പഞ്ചവാദ്യം എന്നാണ് തൃശ്ശൂർ അത് പറയാറുള്ളത്. അത് കാണുന്നതിന് വേണ്ടി നൂറുകണക്കിന് ആളുകൾ അവിടെ തിങ്ങി നിറയുന്ന കാഴ്ച കൂടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഏതാണ്ട് 12 മണിയോട് കൂടിയാണ് ഈ മഠത്തിൽ വരവ് പഞ്ചവാദ്യം നടക്കുക. അത് അവിടെ നിന്നും എഴുന്നള്ളി നായ്ക്കനലിലേക്ക് എത്തും. 15 ആനകളുടെ അകമ്പടിയോട് കൂടിയാണ് പിന്നീട് അവിടെ നിന്നും തിരുവമ്പാടിയുടെ എഴുന്നള്ളത്ത് വടക്കുംനാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുക. പാറമേക്കാവിന്റെ ചടങ്ങുകൾ കൂടെ നമുക്ക് നോക്കാം. പാറമേക്കാവ് ഏതാണ്ട് 12 മണിയോടുകൂടി പുറത്തേക്ക് എഴുന്നള്ളത്ത് ഉണ്ടാകും. അവിടെ നിന്നും ഒരു ചെറിയ കുടമാറ്റം പാറമേക്കാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. പുറത്ത് ഏതാണ്ട് ഒരു 15 ആനകളുടെ അകമ്പടിയോട് കൂടിയാണ് ഈ ഒരു എഴുന്നള്ളത്ത് നടക്കുക. അങ്ങനെ 15 ആനകളുടെ അകമ്പടിയോട് കൂടി ഈ ഒരു കുടമാറ്റം കൂടി അവിടെ പാറമേക്കാവ് ക്ഷേത്രത്തിന് പുറത്ത് നടക്കും. അത് പാണ്ടിയുടെ അകമ്പടിയോട് കൂടിയാണ് ഈ ഒരു പാറമേക്കാവ് ക്ഷേത്രത്തിന്റെ എഴുന്നള്ളത്ത് നടക്കുക. അങ്ങനെ അത് എഴുന്നള്ളി കിഴക്കേ നട വഴി വടക്കുംനാഥ ക്ഷേത്രത്തിനേക്ക് അകത്തേക്ക് എത്തും. പിന്നീട് ഇത് പോയി അണിനിരക്കുന്നത് ഇലഞ്ഞിമര ചുവട്ടിലാണ്. ഈ ഇലഞ്ഞിമര ചുവട്ടിലാണ് വളരെ പ്രസിദ്ധമായ ഇലഞ്ഞിത്തറ മേളം നടക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ സിംഫണി എന്ന് പേര് കേട്ട ഒരു ചടങ്ങുകളുടെയാണ് ഈ ഇലഞ്ഞിത്തറ മേളം എന്ന് പറയുന്നത്. ഏതാണ്ട് ഈ ഒരു ഇലഞ്ഞിത്തറ മേളത്തിൽ അകമ്പടി ഉണ്ടാകുമെന്നുള്ളതാണ്. അങ്ങനെ ഈ 300 കലാകാരന്മാർ അണിനിരക്കുന്ന ഇലഞ്ഞിത്തറ മേളം നടക്കും. നമ്മളിപ്പോൾ കാണുന്നത് വടക്കുംനാഥൻ ക്ഷേത്രത്തിനകത്ത് ഈ കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളത്ത് പോകുന്നതാണ്. ഇവിടെ ചടങ്ങുകൾ പൂർത്തിയാക്കി പടിഞ്ഞാറേ നട വഴിയാണ് ഈ കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളത്ത് പുറത്തേക്ക് കടക്കുകയും ചെയ്യുക. ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇലഞ്ഞിത്തറ മേളത്തിന് ശേഷമാണ് നമ്മളൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കുടമാറ്റം നടക്കുക. ആദ്യം പാറമേക്കാവ് വിഭാഗമാണ് പുറത്തേക്ക് തെക്കേ നട വഴി ഇറങ്ങുക, തെക്കോട്ട് ഇറക്കം നടത്തുക. അവർ സ്വരാജ് റൗണ്ടിൽ പോയി ചുറ്റി തെക്കേ നടക്ക് അഭിമുഖമായി നിൽക്കും. അതേസമയം തിരുവമ്പാടിയും പുറത്തേക്ക് ഇറങ്ങി 15 ആനകളുടെ അകമ്പടിയോടുകൂടി പാറമേക്കാവിന് അകമ്പടിയായി നിൽക്കും. അങ്ങനെ രണ്ടുപേരും മുഖാമുഖം നിന്നാലാണ് നമ്മൾ വളരെയധികം ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന കുടമാറ്റം നടക്കുക. ഓരോ തവണയും ഏതൊക്കെ തരത്തിലുള്ള കുടകളാണ് ഈ തവണ ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു ആകാംക്ഷയാണ് എല്ലാവർക്കും ഉണ്ടാവുക. പലതരത്തിലുള്ള സസ്പെൻസുകൾ ഈ ക്ഷേത്രങ്ങളൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുമുണ്ടാകും. അങ്ങനെ അതൊക്കെ കാത്തിരിക്കാം. നമുക്ക് വൈകിട്ട് 5 മണിയോട് കൂടിയാണ് ഈ ഒരു കുടമാറ്റം നടക്കുക. ഏതായാലും ഇപ്പോൾ ഘടകപൂരം തുടങ്ങിയിരിക്കുകയാണ്. ഇനി ഓരോ ഘടകപൂരങ്ങളായി വടക്കുംനാഥന്റെ മണ്ണിലേക്ക് എത്തിക്കൊണ്ടിരിക്കും.
യെസ്, അങ്ങനെ ഘടകപൂരങ്ങളാണ് ആദ്യം എത്തിച്ചേരുക. അതിൽ തന്നെ കണിമംഗലം ശാസ്താവ് ഇപ്പോൾ എഴുന്നള്ളി കഴിഞ്ഞു. കണിമംഗലം ശാസ്താവാണ് ആദ്യം എത്തുന്നത്. തുടർന്ന് 8 ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ഘടകപൂരങ്ങൾ പൂര നഗരിയിലേക്ക് എത്തുന്നതോടുകൂടിയാണ് പൂരത്തിന്റെ ഒരു ആവേശത്തിലേക്ക് ഇന്നിപ്പോൾ പൂരപ്പറമ്പ് വിഴുതുറക്കുന്നത്. പൂരപ്പറമ്പ് എന്നൊക്കെ അക്ഷരാർത്ഥത്തിൽ പറയുന്നത് നമ്മൾ ഒരുപാട് ജനങ്ങളുള്ള സ്ഥലത്ത് പൂരം പോലെയാണ് എന്ന് പറയുന്നു. അതുപോലെ തന്നെയാണ് ഇതാ ഇപ്പോൾ വടക്കുംനാഥ ക്ഷേത്ര സന്നിധിയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പൂരത്തിനുള്ള ആളുകൾ ഇങ്ങനെ അതിരാവിലെ തന്നെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് മുഴുവൻ പൂരപ്പറമ്പിലാണ് അവർ ചെലവഴിക്കാൻ പോകുന്നത്. പലതരത്തിലുള്ള കാഴ്ചകൾ, നാദവിസ്മയങ്ങളൊക്കെ അവരിങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും സാധിക്കാത്ത ആളുകൾ നമ്മൾ ഇങ്ങനെ ടി വിയിലൊക്കെ കണ്ട് സംതൃപ്തി അടയുകയാണ്. എന്തായാലും വളരെ ആവേശകരമായ ഒരു ദിവസമാണ്. കാരണം ഓരോ തവണയും ഉപചാരം ചൊല്ലി പിരിയുമ്പോൾ അടുത്ത പൂരത്തിലേക്കുള്ള ഒരു കാത്തിരിപ്പാണ് ഈ പൂരപ്രേമികളെ സംബന്ധിച്ചിടത്തോളം.